ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി സ്പീക്കറായുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്പീക്കറായുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ട് നേടിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നത്. അതേസമയം മുഹമ്മദ് മുഹ്സിന് 34 വോട്ടാണ് ലഭിച്ചത്. 3 BJP അംഗങ്ങളും സ്പീക്കറും വോട്ട് രേഖപ്പെടുത്തിയില്ല. എന്തായാലും ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തു. LDF-ന് വേണ്ടി മുഹമ്മദ് മോസിനും UDF-ന് വേണ്ടി ഷാനിമോൾ ഉസ്മാനുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. എന്തായാലും BD സതീശനായിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ പേര് നിർദ്ദേശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നു. ഷീജ, എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മാത്രമല്ല BJP അംഗങ്ങൾ അടക്കം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. മുഹമ്മദ് മുഹസീന് 34 വോട്ടും ലഭിച്ചു. ഇതിൽ സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയില്ല. അതിനു പുറമെ ഭരണപക്ഷത്തു നിന്നും ഒരാൾ അവധിയുമായിരുന്നു. മറ്റൊന്ന്, ഇവർ ഷാനിമോൾ ഉസ്മാൻ അവർ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെയാണ് ഈ 99 വോട്ട് ഷാനിമോൾ ഉസ്മാന് ലഭിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയായി. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് വേണ്ടി സഭ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഉടൻ തന്നെ 10 മണിയോടുകൂടി സഭ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ്, ആ നോട്ടീസ് പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം സഭയിൽ സ്പീക്കർ വ്യക്തമാക്കുന്നതായിരിക്കും. ഏതായാലും പ്രതിപക്ഷം നൽകിയിട്ടുള്ള അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് എന്ന് പറയുന്നത് വിലക്കയറ്റത്തിലൂടെയാണ്. പ്രത്യേകിച്ചും പെട്രോൾ ഡീസൽ വിലവർദ്ധനവ്, അതോടൊപ്പം തന്നെ LPG വിലവർദ്ധനവ്, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സാരമായി വിലക്കയറ്റമാണ് നിലനിൽക്കുന്നത്. അത് ഒരു മേഖലയിൽ എന്നുള്ളതല്ല, പ്രത്യേകിച്ചും അത് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലാകട്ടെ, പച്ചക്കറികളുടെ കാര്യത്തിലാകട്ടെ, എല്ലാത്തിലും വിലക്കയറ്റം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലൊരു ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലും ഈ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി ഷീജ, എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാൻ നേടിയത്. ഷീജയാണ് വിവരങ്ങളുമായി ചേർന്നത്.